ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻജോയ് ലൈഫ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാളക്കറിയാണ് കേട്ടോ ചെയ്യുന്നത്. വാളക്കറി നമ്മുടെ വാള ചുണ്ണാമ്പ് വാളയാണ് കേട്ടോ. നമ്മൾ വാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചുണ്ണാമ്പ് വാളയാണ്. അപ്പം നന്നായിട്ട് നമ്മൾ ഉരച്ച് അതൊക്കെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള വാളയാണ് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് വാളക്കറി ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മുടെ വാളക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 ടീസ്പൂൺ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വേറെ ഒന്നും ചേർക്കണ്ട, കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. തേങ്ങ നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കരുത്, അരഞ്ഞ് കിട്ടത്തില്ല. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ നമുക്ക് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ചൂടായി വരട്ടെ. കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുറച്ച് മതി കേട്ടോ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ സവാള, അതും വളരെ കുറച്ച് മതി. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. ഒരുപാട് ഉള്ളിയൊന്നും നമുക്ക് മീൻകറിക്ക് ആവശ്യമില്ല. അപ്പോൾ കുറച്ച് സവാള ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞത്, പിന്നെ ഒരു 3 പച്ചമുളക്, ഇത് കുറച്ച് വലിയ പച്ചമുളക് കേട്ടോ, അത് കീറി വെച്ചിട്ടുള്ളത്, പിന്നെ ഒരു തക്കാളി, ഇതേപോലെ കുറച്ച് വലിയ പീസസ് ആക്കി മുറിച്ച തക്കാളി. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കറി തയ്യാറാക്കാനായിട്ട് വേണ്ടത്. ഇതിന് 3 പച്ചമുളകാണോ എന്ന് ചോദിക്കരുത് കേട്ടോ. അതെ, പച്ചമുളക് ഇത് ഇത്രയും നീളമുള്ളതാട്ടോ. ഞാൻ ചെറുതാക്കി മുറിച്ചപ്പോൾ ഇത്ര ആയതേ ഉള്ളൂ. ശരിക്കും 3 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ഒന്ന് ചൂടാവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണം മാറി കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കും. അത് ചെറുതായിട്ട് പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഈ കുത്തി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാളയും നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കും. കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് വഴറ്റി കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി. സവാള ഒരുപാടൊക്കെ ബ്രൗൺ ആവണമെന്നില്ല കേട്ടോ. ഒരുവിധം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കിട്ടിയാൽ മതി. കാരണം നമുക്ക് ഇനി മീനൊക്കെ ഇട്ടിട്ട് വേവിക്കാനുള്ളതാണല്ലോ. അപ്പം ഒരു വിധം ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി. ഒരുപാട് ബ്രൗൺ ഒന്നും ആവാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും, ഇത് ഉലുവാപ്പൊടിയാണ്, വറുത്ത് പൊടിച്ച ഉലുവയാണ് കേട്ടോ. അത് ഇത്രയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ തേങ്ങ അരച്ച ആ ജാറ് തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചെടുത്തതാണ്. അത് ആദ്യം ചേർക്കാം. പിന്നെ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഇത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. ഓരോ കഷ്ണങ്ങളായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ണങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്.
ഇനി ഇപ്പോഴൊന്നും ഇളക്കരുത് കേട്ടോ. മീൻ ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവും. മീൻ ചേർത്തതിന് ശേഷം നമുക്കതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഞാൻ കുടംപുളി കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുടംപുളി ഇട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറിയൊക്കെ തിളച്ചതാണല്ലോ, അപ്പോൾ ആ മീനൊന്ന് വെന്ത് കിട്ടാനുള്ള സമയം മാത്രം മതി. ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ മൂടി വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കുക. അതാണ് ആ മീനിൻ്റെ ടേസ്റ്റ് കിട്ടുക. നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ കറിയൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി സ്പൂൺ വെച്ച് ഇളക്കരുത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറച്ച് കുറവാട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടി നമുക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി അവസാനമായിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വാളക്കറി റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല കിഡിലും ടേസ്റ്റ് ആയിരിക്കും. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.